തൊഴിൽ മേഖലയിൽ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും IT മേഖലയിൽ. യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് IT മേഖല, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര കമ്പനികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്താണ് ഇത്തരത്തിൽ സംരംഭങ്ങൾ എത്തുകയും അവിടേക്ക് വലിയ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന നല്ലൊരു ശതമാനം യുവാക്കളും യുവതികളുമൊക്കെ ഇന്ന് പിരിച്ചുവിടിയിൽ ഭീഷണിയിലാണ്. ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യം കേരളത്തിനുണ്ട്. തൊഴിലാളി സമരങ്ങൾ നടത്തി വിജയം വരിച്ച കഥകളുമുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര കമ്പനികൾ കണ്ണുരുട്ടുമ്പോഴേക്കും നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും പിന്നോട്ട് പോവുകയാണോ? ഇല്ല. പക്ഷെ അവർ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില തൊഴിൽ നയങ്ങൾ, ചില പദ്ധതികൾ, അവയൊക്കെ സംഘടനകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ 2 സംഭവങ്ങൾ, ഓറോ ഹെൽത്തും ടെലിറോപ്പുമൊക്കെ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങളായിരുന്നു. ടെലിറോപ്പിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ആ സ്ഥാപനത്തിന് കേരളത്തിൽ എല്ലായിടത്തും ശാഖകളുണ്ട്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 11 മാസമായി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളമില്ല. അതിനെല്ലാം അപ്പുറം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ഇപ്പോൾ പിരിച്ചുവിടുകയാണ്. കമ്പനി ഉടമകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ തുടങ്ങിയതോടെ കമ്പനികൾ വലിയ തരത്തിൽ നഷ്ടത്തിലാണ് പോകുന്നത്. അല്ലെങ്കിൽ അക്കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ യുവാക്കളെ അല്ലെങ്കിൽ തൊഴിലാളികളെ അല്ലെങ്കിൽ യുവതികളെ ഒക്കെ പിരിച്ചുവിടുന്നതെന്ന് പറയുന്നു. എന്തായാലും കേരളം കാണാത്ത തരത്തിലുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ തൊഴിൽ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓറോ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ്. അവർ കേരളത്തിൽ കോഴിക്കോടും ഒപ്പം തന്നെ കൊച്ചിയിലുമായൊക്കെ അവരുടെ സംരംഭങ്ങൾ തുടങ്ങി. 900-ലധികം യുവാക്കൾക്കാണ് അവിടെ ജോലി നൽകിയത്. ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, കേരളത്തിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ മാത്രമാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നുമുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് അടച്ചുപൂട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ ഈ സ്ഥാപനം നഷ്ടത്തിൽ എന്ന് അവർ പറയുന്നു. അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആളുകൾ ജോലി ചെയ്യുന്ന കൊച്ചിയിലെയും കോഴിക്കോടിലെയും 2 സ്ഥാപനങ്ങളാണ് ഒരേപോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടുന്നത്. പുതിയ തൊഴിൽ നിയമത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, അടച്ചുപൂട്ടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകണം, അവർക്ക് നൽകാനുള്ള പൈസ നൽകണം, ആശ്വാസധനം നൽകണം എന്നൊക്കെ. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു ദിവസം ജോലിക്കായി എത്തുമ്പോൾ അവരെയെല്ലാം പിരിച്ചുവിട്ടതായി പറയുകയാണ് ഈ തൊഴിൽ ദാതാക്കൾ. ഇവർക്കെതിരെ വലിയ തരത്തിലെ നീക്കം നടത്താൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ അവർക്കുമുണ്ട് പരിമിതികൾ. എത്ര കണ്ട് ഈ സ്ഥാപനത്തെ പിടിച്ചുകെട്ടാനാകും? മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ ഒന്ന് കൊച്ചിയിലേക്ക് എത്താൻ പോലും അവർ മനസ്സ് കാണിച്ചില്ല. കാരണം അവരുടെ ചർച്ചയെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. എന്നിട്ടും അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ഥാപനം തുറക്കുമെന്നോ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുമെന്നോ പറയുന്നില്ല. അതേസമയം ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് ചർച്ചയ്ക്കായി പങ്കെടുത്തവർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതൊന്നും അംഗീകരിക്കാനും തയ്യാറാകുന്നില്ല. പക്ഷേ ഇനി എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഇത്രയധികം ആളുകളെ പിരിച്ചുവിട്ടിട്ടും ഈ സ്ഥാപനം കേരളത്തിൽ നിന്ന് വലിയ തരത്തിൽ ലാഭമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കമ്പനി അധികൃതരും അത് അംഗീകരിക്കുന്നുണ്ട്. നന്നായി തൊഴിലെടുക്കുന്ന യുവാക്കളും യുവതികളും ഈ സ്ഥാപനത്തിലുണ്ട്. അതും അവർ അംഗീകരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ യുവതി യുവാക്കളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇത് നേരിടേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രശ്നം നേരിടേണ്ടത് കേവലം ഒരു സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളോ അല്ല. അതിനുമപ്പുറം കേന്ദ്ര തൊഴിൽ നയങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര മന്ത്രിസഭയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട്. അവരും മൗനത്തിലാണ്. അവർ ഇടപെടുന്നില്ല.
അവരുടെ യുവജന സംഘടനകളുണ്ട്, അവരുടെ തൊഴിലാളി സംഘടനകളുണ്ട്. അവരൊക്കെ വലിയ മൗനത്തിലുമാണ്. ഇത് ഒരു സ്ഥാപനത്തിലെ മാത്രം പ്രശ്നമല്ല. ഭാവിയിൽ മറ്റിടങ്ങളിലേക്കും മറ്റ് തൊഴിലിടങ്ങളിലേക്കുമൊക്കെ ഈ പിരിച്ചുവിടിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പകരുന്ന രോഗമാണ്. ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ടാൽ ഇതേ കാര്യം പറഞ്ഞു തന്നെ മറ്റു സ്ഥാപനങ്ങളിലും നടപടികൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഇത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമല്ല, കേന്ദ്രവും ഇടപെടണം. നിർമ്മിത ബുദ്ധിയുടെ പേരിലാണ് മറ്റൊരു സ്ഥാപനം ഇപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടുന്നത്. ശമ്പളം നൽകുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം, കോറ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ശമ്പളം നൽകാൻ തയ്യാറാണ്, ശമ്പളത്തിൽ കുടിശ്ശിക വരുത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നഷ്ടമാണ് എന്ന് പറയുന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ കേരളത്തിൽ നടത്തിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുമൊക്കെ മികച്ച അഭിപ്രായം തന്നെ കമ്പനി മാനേജ്മെൻറ്റിനുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആരും തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടോ യുവാക്കളുടെ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ രാഷ്ട്രീയ സംഘടനകളുമായിട്ടോ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, തൊഴിൽ നഷ്ടപ്പെട്ടവരെ കമ്പനിക്കകത്ത് പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിലാണ് ഉടമകളുടെ നീക്കം. അത്ര കടുകട്ടിയായ തീരുമാനങ്ങളാണ് അവർ എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു അവസാനം കണ്ടെത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ തയ്യാറായി മുന്നോട്ട് വരണം. യുവാക്കൾക്കും യുവതികൾക്കും വലിയ തൊഴിൽ സംരംഭങ്ങൾ അല്ലെങ്കിൽ അവർക്കായി വലിയ തൊഴിൽ മേഖലകൾ തന്നെ സൃഷ്ടിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലും പാർലമെൻറ്റിലുമൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത്. പക്ഷേ നടപ്പാവുന്നതോ ഇത്തരത്തിലുള്ള പിരിച്ചുവിടലുകൾ മാത്രമാണ്. അതിനെതിരെ ആരും തന്നെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പിരിച്ചുവിടലുകൾ ഉണ്ടാകരുതേ എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവാക്കളും പറയുന്നത്. ശക്തമായ നടപടികളിലൂടെ സംസ്ഥാന സർക്കാർ നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭീഷണി ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത.